ലോകമെന്നെ ത്യജിച്ചാൽ ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാൻ. ചോദ്യങ്ങൾ ചോദിക്കുന്ന യഹൂദ നേതൃത്വത്തെയും മറുചോദ്യം ചോദിക്കുന്ന ക്രിസ്തുവിനെയുമാണ് നാം ഇന്ന് സുവിശേഷത്തിൽ കാണുന്നത്. ചോദ്യം വളരെ വ്യക്തമാണ്. ആ ചോദ്യങ്ങൾ രണ്ടാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നുണ്ട്, അതുപോലെ ദേവാലയത്തിൽ വെച്ച് രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ കാണുന്ന യഹൂദരാണ് ചോദിക്കുന്നത്, എന്ത് അധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം: നിനക്കിതിനൊക്കെ അധികാരം നൽകിയത് ആരാണ്? യേശുവിൻ്റെ അധികാരവും ആധികാരികതയും ജനങ്ങൾ ആവേശമുണർത്തിയിരുന്നു. അതുകൊണ്ടാണ് ആ രണ്ടാമത്തെ ചോദ്യം യഹൂദർ ചോദിച്ചത്, നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ്? ഈ രണ്ട് ചോദ്യങ്ങൾക്കുമാണ് ക്രിസ്തു ഉത്തരം നൽകേണ്ടത്. സുവിശേഷം വായിച്ചിട്ടും അറിഞ്ഞിട്ടുമുള്ള വെളിച്ചത്തിൽ നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് വളരെ സിമ്പിളായി ഉത്തരം കണ്ടെത്താവുന്നേ ഉള്ളൂ. പക്ഷേ യേശുവിന് അതിനേക്കാൾ വളരെ സിമ്പിളാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചത് കൊണ്ട് തന്നെ യേശു വളരെ വ്യക്തമായി ഈ ചോദ്യത്തിന് ഉത്തരം നൽകാവുന്നേ ഉള്ളൂ. പക്ഷേ ആ ചോദ്യത്തിന് യേശു എന്താ ഉത്തരം നൽകാത്തേ? എന്തുകൊണ്ട് ക്രിസ്തു ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ല എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം. ഉത്തരം നൽകാൻ ആഗ്രഹിക്കാത്ത ക്രിസ്തു മറുചോദ്യത്തിലൂടെ അവരെ ഉത്തരം മുട്ടിക്കുന്നു. ചോദ്യം ഇതാണ്: യോഹന്നാൻ്റെ സ്ഥാനം എവിടെ നിന്നായിരുന്നു? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഈ ചോദ്യം ക്രിസ്തു ചോദിക്കാൻ കാര്യം, യോഹന്നാനെ ഒരു പ്രവാചകനായോ രക്ഷകനായോ കാണാൻ ആ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു അജ്ഞത നടിക്കുന്ന മനുഷ്യരായിരുന്നു അവർ. ഒന്നും അറിയില്ല എന്നും അറിഞ്ഞ ഭാവം കാണിക്കില്ല എന്നൊക്കെ കരുതി അവരിങ്ങനെ വല്ലാണ്ടൊരു മൂടുപടം ഇക്കാര്യത്തിൽ അവർ സൂക്ഷിച്ചിരുന്നു. കാരണം പ്രവാചകനെന്ന് പറഞ്ഞാൽ അവിടെയും പ്രശ്നമുണ്ട്, രക്ഷകനെന്ന് പറഞ്ഞാൽ അവിടെയും പ്രശ്നമുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായി ഉത്തരം നൽകിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ അവർ ഉത്തരം നൽകണം. അതുകൊണ്ട് അവർ ആ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. ഉത്തരം നൽകിയില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവർ സ്നാപയോഹന്നാനെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. വഴിയൊരുക്കാൻ വന്നവനെ അവർ തിരിച്ചറിയാൻ ആഗ്രഹിച്ചില്ല. അവൻ്റെ വാക്കുകളെ അവർ ഗൗരവത്തോടെ കണ്ടില്ല. ക്രിസ്തുവിന് ഒരു കാര്യം വ്യക്തമായിട്ടറിയാം: തനിക്ക് മുമ്പേ പോയവനെ അവർ ഗൗരവത്തോടെ കണ്ടില്ലെങ്കിൽ അവർ തന്നെയും അത്ര ഗൗരവത്തോടെ കാണില്ല. അവൻ്റെ നിസ്സാര വാക്കുകളെപ്പോലും അവർ അത്രയും ഗൗനിച്ചില്ലെങ്കിൽ പിന്നീട് വളരെ ശക്തമായ തൻ്റെ വാക്കുകളെയും ജീവിതത്തെയും അവർ അത്ര ഗൗരവത്തോടെ കാണില്ല. ഇത് വളരെ വ്യക്തമായി ക്രിസ്തുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ക്രിസ്തു ചോദിച്ചു, ഈ മുമ്പേ പോയവരെ പോലും നിങ്ങൾ അറിയാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെക്കുറിച്ച് എന്തറിയാനാണ്? അതുകൊണ്ട് തന്നെ ക്രിസ്തു ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകിയില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഓരോ മനുഷ്യരും എത്തിപ്പെടേണ്ടത് തുറന്ന ഹൃദയത്തോടെയാണ്, വിശാലമായ തുറവിയുള്ളൊരു മനസ്സോടു കൂടിയാണ്. അങ്ങനെ ഓരോരുത്തരും ക്രിസ്തുവിന് മുമ്പിൽ എത്തുമ്പോഴാണ് അതിന് നിറവുണ്ടാകുന്നത്, അവിടെ വിശ്വാസമുണ്ടാകുന്നത്, അവിടെ ദൈവത്തോടുള്ളൊരു അടുപ്പമുണ്ടാകുന്നത്, ഒരു ബന്ധമുണ്ടാകുന്നത്. ഇങ്ങനെ ക്രിസ്തുവുമായ ഒരു ബന്ധം ഉണ്ടാകാനായി ഒരു തുറവിയുള്ള മനുഷ്യരായി ക്രിസ്തുവിലേക്ക് എത്തണം. ചില ചോദ്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായേക്കാം, അതിൽ പ്രശ്നമില്ല. ഈ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും അത് ഉത്തരത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങളായിരിക്കണം, ഉടുക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാകരുത്. ഇന്ന് കുറേ മനുഷ്യർ ക്രിസ്തുവിനെതിരെയും ക്രിസ്തു മതത്തിനെതിരെയും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ചോദ്യങ്ങൾ രണ്ട് രീതിയിലാണ്. ചില മനുഷ്യരൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളുടെയും വേദനയുടെയും പുറത്ത് ചോദിക്കുമ്പോൾ അതൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നിസ്സഹായതയുടെ ചില ചോദ്യങ്ങളാണ്. അതിനൊക്കെ ഉത്തരങ്ങളുണ്ടാകും. പക്ഷേ ക്രിസ്തുവിനെപ്പോലും ചോദ്യം ചെയ്യാനും സഭയെ നശിപ്പിക്കാനുമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങളൊന്നും ഉത്തരം അർഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് മറുചോദ്യം ചോദിച്ച് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതിരിക്കുന്നതാണ് ക്രിസ്തുവിനെപ്പോലെ വിവേകമുള്ളൊരു മനസ്സിന് ആവശ്യം. നമ്മളൊക്കെ ക്രിസ്തുവിനോളം വളരാനുണ്ടെന്ന് തോന്നുന്നു. എല്ലാ ചോദ്യങ്ങളും ഉത്തരം അർഹിക്കുന്നില്ല. ഉത്തരം അർഹിക്കുന്ന ചോദ്യങ്ങൾ വെറും ഉത്തരം മാത്രമല്ല, ആത്മാർത്ഥമായ സ്നേഹം കൂടി അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപേ നടന്നവനെ ഗൗനിക്കാത്ത മനുഷ്യരൊന്നും എന്നെ ഗൗനിക്കില്ല എന്ന് ക്രിസ്തുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മുൻപേ നടന്നവനെ നിങ്ങൾ ഗൗനിക്കാത്തത് വളരെ അപരാധമാണെന്ന് ഒരു ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് ക്രിസ്തു തെളിയിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് വലിയൊരു പാഠം. ചില ചോദ്യങ്ങളൊന്നും ഉത്തരം അർഹിക്കുന്നില്ല.
കൊണ്ട്